ഇതിങ്ങനെ ഇളക്കി ഇത് ഇളക്കണം. ഇനി മട്ടൻ ബിരിയാണിയാണെന്ന് അല്ലേ റാഷിയ? എന്താ റാഷി പരതണ്? എങ്ങനെ ബിരിയാണി ഉണ്ടാക്കലെങ്ങനെ? മസാല ഒക്കെ വാട്ടുവേ? അങ്ങനെയല്ലല്ലോ പറയല്ലോ, ചോറ് വേവിക്കുക. എന്താ ദമ്മിടുമ്പോ വിളിക്കേ? അപ്പൊ അതിന്റെ ഇടയിൽ എന്തൊക്കെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളില്ലേ? വെള്ളം പോയിട്ട് നെയ്യ് ഒഴിക്കുക. തരാലോ. ചൂടുണ്ടോ നോക്കട്ടോ. ഇല്ലല്ലോ, ചെറിയ ചൂടല്ലേ. എടുത്തോ. എന്താ ചെയ്യണ്ട രാഷ്മ? നെയ്യ് ഒഴിച്ചു. പിന്നെ ഗ്രാമ്പു. ചൂടാക്കിയ നെയ്യക്ക് അരി കൊട്ടില്ലേ? അത് കഴുകിയിട്ടില്ലേ? കഴുകി വൃത്തിയാക്കി വെച്ച അരി അല്ലേ? എന്നിട്ട് അതൊന്ന് വറുത്തിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ചു. അതിൽ പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി വന്നു. യൂട്യൂബറൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരേ. വലിയ പ്രമുഖനൊക്കെ ആയില്ലേ റാഷിയ? അളക്കുന്നുണ്ട്. വലിയ പ്രമുഖനൊക്കെ ആയില്ലേ? ബോട്ടിമുണ്ടാക്കും. അന്നെ കൊണ്ട് അയ്യും ചെയ്യേ. വറവാകുമ്പോ ഒരു സൗണ്ട് വരുമോ? ആവട്ടെ, ഉഷാറാവട്ടെ. എന്തേ ഈ ബീഫ് ഇതെങ്ങനെ ചെയ്ത്? അതെ, മസാല കൂട്ടുന്ന പറഞ്ഞു. എല്ലുള്ളി ആടി കഴിഞ്ഞിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്തു. മുളക് പൊടി, ഗരം മസാല ഇട്ട് അതായിട്ട് വേവിച്ച ബീഫ് അത് വെക്കും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കണം. മസാല ഒന്ന് അതിൽ പിടിക്കണം. അത്ര തന്നെ മസാല ആയില്ലേ? സിമ്പിൾ. ഉപ്പ്, ഉപ്പ്, മുളക് പൊടി, മഞ്ഞള്, മല്ലി ഇതൊക്കെ ഇട്ടതിന്റെ ശേഷം അല്ലേ? എല്ലാവർക്കും അറിയാം. ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഇപ്പൊ അറിയണല്ലേ. സന്റെ ബിരിയാണി ആരും കണ്ടിട്ടില്ലല്ലോ. കൊറേ നേരം ആയാലും അതുപോലെ ആവോ? ഈ വറവ് കൊറേ നേരം ആയാലോ. ഇനി അതെന്താ? എങ്ങനെ? വെള്ളം ചൂടായിട്ട് അരിയിരിക്കില്ലേ? സാധാരണ ബിരിയാണി ഇങ്ങനെയല്ലേ ഉണ്ടാക്കല് റഷ്മ? സാധാരണ ബിരിയാണി ഇങ്ങനെയല്ലല്ലോ ഉണ്ടാക്കല്. വെള്ളം ചൂടാക്കിയിട്ട് അതിൽ അരി ഇട്ടിട്ട് അത് വെന്ത് വരുമ്പോ കോരിയിട്ട് ഊറ്റിയിട്ടല്ലേ? ഇത് വറ്റിച്ചെടുക്കുന്ന ബിരിയാണി കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കണ്ടിട്ടുള്ള ബിരിയാണി എങ്ങനെ അറിയാം. പക്ഷെ വെള്ളം ചൂടാക്കും, ഉപ്പിട്ടിട്ട് ചൂടാക്കിയിട്ട് വിലങ്ങും ഉണ്ടാക്കുവോ? വെറുതെ രസല്ലേ? ഒരു 2 ബിരിയാണി എടുത്താ. ഞാൻ കണ്ട ബിരിയാണി എങ്ങനെ അറിയോ? വെള്ളം ചൂടാക്കിയിട്ട് പിന്നെ അതിൽ ഉപ്പ് ഇട്ടിട്ട് തിളച്ച് വരുമ്പോ അരി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് ഊറ്റുക. ഇതൊന്ന് പോകുമ്പോ മീല അവിടുന്ന് എവിടേക്കെങ്കിലും പോ. ആ അണ്ണന്മാര് വന്നില്ല ഇപ്പൊ പഴയതുണ്ട് വെച്ച് കണ്ട് ഓലപ്പടം പോയിക്കൂടാഞ്ഞില്ലേ? ഓരടുത്ത് ചാക്കുണ്ട്, ആ ചാക്കിൽ കയറി പോയാൽ മതി ആയിരുന്നല്ലോ എനക്ക്. ഒരു തൊയിരം കൊണ്ട ചെയ് മീല.
ഈ അണ്ണന്മാര് വരട്ടെ എന്നെ പിടിച്ചു കൊടുക്കുകയാണ്. വറുത്തിട്ടും ചെയ്യാം വറുക്കാതെയും ചെയ്യാം. ഞാൻ ഒന്നുകൂടി ഇതായിക്കോട്ടെ വറുത്തിട്ട് ഒരു രസം എങ്ങനെ അവിടെ ഉണ്ടാക്കാലോ എന്തേ ഊറ്റിയെടുത്തിട്ട് ഉണ്ടാക്കാം. അല്ലെങ്കിൽ അരി ഇട്ടിട്ട് അങ്ങനെ വെള്ളം പറഞ്ഞിട്ടൊക്കെ തന്നെ വെള്ളം പറഞ്ഞിട്ട് ഉണ്ടാക്കാം. വെക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരം തീ എത്തില്ല ആശയില് ഉണ്ടല്ലേ. ഞാൻ കമ്മിയാക്കിയത് അത് കുറെ നേരം ഇളക്കൽ തുടങ്ങിയിട്ട് ഒന്നും ചൂടായോ തിളച്ചോ? തിളക്കണ്ട, ചൂടായ മതി. എന്ത് ചെയ്യാം? വെള്ളമായി കൊഴിക്കുക. എല്ലാം പോലെ ഇളക്കും അല്ലേ? ഇങ്ങനെ വറുത്തിട്ടില്ല ഞാനിപ്പോ കാണാം കേട്ടോ സംഭവം. ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നു വറുത്തിട്ടുള്ള പരിപാടി ഇപ്പൊ കാണാണ്. ഇനി വെള്ളം മാറ്റണ്ടേ? ഈ വെള്ളം എടുക്കേണ്ട ഒരു അളവ് എങ്ങനെ അങ്ങനെയൊക്കെ പറയലുണ്ടല്ലോ അതില്, ഇത്ര അരിക്ക് ഇത്ര വെള്ളം എന്നുള്ളതൊക്കെ. അതെങ്ങനെ ചെയ്യാം? ഞാൻ ഒരു നാഴിക്ക് ആ നാഴിക്കനുസരിച്ച് 2 ഗ്ലാസ് വെള്ളം എടുത്തു. ആ നാഴി അളന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ് എന്തായിക്കോട്ടെ അതിന് 2 ഗ്ലാസ് വെള്ളം എടുത്തു. അളവ് പാത്രത്തിന്റെ 2 ഇരട്ടി അല്ലേ? ഒരു പാത്രം അരി ഉണ്ടെങ്കിൽ 2 പാത്രം വെള്ളം, അങ്ങനല്ലേ? ആവശ്യത്തിനുള്ള ഉപ്പിടല്ലേ? മസാലയിലിട്ടു. ഇത് ചോറൊക്കെയുള്ളതാണ്. ചോറക്കുള്ള വേറെ മസാലക്കുള്ള വേറെ ഇടണം. ഓക്കെ. എന്താ പറഞ്ഞേ? അപ്പൻ്റെ വീട്ടിൻ്റെ ബിരിയാണി റെഡി ആയോ? ഇവിടെ ഒന്ന് കാണട്ടെ. നോട്ടെ. ഇത് തസ്ബീമാരാണ് ബീഫ്. ഏതാ ബീഫ്? അതിൽ ഏതാണ്? ഏതാ ബീഫ്? ഏതാ ബീഫ് എന്ന് പറഞ്ഞോ? അതൊക്കെ ബീഫാ? എങ്ങനെ? ചോറിക്കിടാന് ക്യാരറ്റ് അല്ലേ? ഈ അരി തിളച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇടണം അല്ലേ? ഓക്കെ. നമ്മുടെ റൈസിലുള്ള വെള്ളമൊക്കെ വറ്റി പക്ഷേ ഇനി എന്താ ചെയ്യണ്ടേ? ദമ്മിട്. ഇതിങ്ങനെ ശരിക്കും ഇങ്ങനെ ഒരു നിരത്തി ഇങ്ങനെ കൊടുക്കണ്ടേ? അതിന് വേറെ പാത്രം ഉണ്ടോ? ഇങ്ങനെ സെറ്റാക്കി കൊടുക്കണം നമ്മൾ. ഇനി എന്ത് ചെയ്യാ? അതിലേക്ക് ഇത് മാറ്റണോ? ആഹാ, ചൂടുണ്ടല്ലേ? ജീകോ ഇങ്ങനെ ഇടേനി. എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യണം. ആശയം എനിക്ക് അറിയണ പോലെ ചെയ്യും. അടി പിടിക്കും. അപ്പൊ റൈസ് ആണെങ്കിൽ ഉറക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഇതിൽ കേൾക്കൂല കേട്ടോ. എന്നെ കുറ്റം പറയരുത്. സൗണ്ടില്ല അങ്ങോട്ട് കാര്യം ഉണ്ടാവില്ല. അത് കുറച്ച് റൈസ് ഇട്ടു. റൈസ് ദാരിദ്ര്യമാണല്ലോ. അത് പോട്ടെ. റൈസ് കുറച്ച് മതിയോ? അതൊന്നും കുഴപ്പമില്ലാണ്. ഇട്ട് ആരാപ്പ ഇവിടെ ഉണ്ടായി. അത് കുറച്ച് ബീഫ് ഇടാം അല്ലേ? ഓക്കെ. കുറച്ച് ബീഫ്. ബീഫ് എന്ന് പറഞ്ഞാൽ അതിനെ അധിക്ഷേപിക്കാൻ പാടില്ല. മട്ടൻ. മട്ടൻ ഇട്ടോ. അത് മട്ടൻ അല്ല എന്നല്ലേ നമുക്കെല്ലാം അറിയുള്ളൂ. ഓക്കെ. മട്ടൻ ഇട്ടു. അങ്ങനെ തന്നെ നടക്കട്ടെ. അതിൻ്റെ മുകളിൽ കുറച്ച് ഈ വറുത്ത ചണ്ടിപ്പരിപ്പ് തിന്നാൻ പറ്റുമോ? പറ്റൂലേ? ചപ്പും പൊതിനയും കുറച്ച് ഇട്ടു അല്ലേ? ഓക്കെ. അടുത്ത് ഗരം മസാല. സൗണ്ട് ഇല്ല കേട്ടോ റാശേ. ഇതിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആൾക്കാർ പറയും സൗണ്ട് ഇല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞു. ബീഫ് പറഞ്ഞാൽ അതിശയിപ്പിക്കല്ലേ? മട്ടനാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ എടുക്കണം. അപ്പോഴേ ഇതൊരു മജ ഉണ്ടാവുള്ളൂ. ലെയറായിട്ട് അങ്ങനെ അല്ലേ പറഞ്ഞേ? അങ്ങനെ പറയാം. എന്നാ പിന്നെ എല്ലാവർക്കും അറിയാലോ. ചെയ്യേണ്ട ആവശ്യമില്ല. ആർക്കും ഇത് ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത മെയിൻ ഷെഫ് ഇവിടെ ഉണ്ട് കേട്ടോ. മെയിൻ ഷെഫ് ഇവിടെ ഉണ്ട്. അമ്മായിമ്മ പോണു പായുള്ള പുറത്തേക്ക്. നെയ്യൊന്നും ഉരുക്കിയതാണ്.
നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗരം മസാല ലെയറായിട്ട് അങ്ങനെ ചെയ്യാ ഈ ഒരു മെത്തേഡ് അല്ലേ? അതല്ല ആവശ്യം. ആയിക്കോട്ടെ, അവിടെ കട്ടെ. ആദ്യം റൈസ് ഇട്ടു, പിന്നെ കുറച്ച് ബീഫ് ഇട്ടു, പിന്നെ റൈസ് ഇട്ടു, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, മുന്തിരി, അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ വാട്ടിയത് ഇട്ടു, കുറച്ച് നെയ്യ് ഒഴിച്ചു, വീണ്ടും ബീഫ് ഇടുകയാണ്. ലാസ്റ്റത്തെ ബീഫ് ഇട്ടു, കുറച്ച് റൈസായിട്ട് ഇട്ടിട്ട് ഇളക്കിയെടുക്കുക. കുറച്ച് റൈസായിക്ക് ഇടാം ആ ചട്ടിക്ക്. അതൊന്നും നോക്കണ്ട, ഇവിടെ വൃത്തിയും ഇതൊന്നും നോക്കണ്ട, സാധനം നഷ്ടമാക്കണ്ട, ഇട്ടിട്. നമുക്കുള്ള സ്റ്റാൻഡേർഡ് മതി. അങ്ങനെ തന്നെ അങ്ങോട്ട് ഇളക്കി. നെയ്യ് ഒഴിക്കാമല്ലോ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ആദ്യത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്. കുറച്ചുകൂടി നെയ്യ് ഒഴിക്കണം. ഒഴിക്ക് കുറച്ചുകൂടി. ബാക്കിയുള്ള ബാലൻസ് നെയ്യും കൂടി അതിൽ ഒഴിച്ചു കൊടുത്തു അല്ലേ? ചപ്പും പുതിനയും ചപ്പും പുതിനയും ബാക്കിയുള്ള കൂടി അതിലേക്ക് എറിഞ്ഞു കൊടുക്കുക. തട്ടിക്കഴിക്കും. കുറച്ച് ഗരം മസാല ഇടുക. അടുത്തത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലേ ബാക്കി? ഫുള്ളുണ്ട്. ഇപ്പം എന്തായി? ഇപ്പം ദമ്മായില്ലേ? സാധനം ദമ്മിട്ടു അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഗ്യാസ് വെക്ക് വെക്കുക. സാധനം ഗ്യാസ് വെക്കരുത്. ഇന്നത് ഓക്കെ 15 മിനിറ്റ് ഇങ്ങനെ വെക്കണം അല്ലേ? അതിന്റെ മുകളിൽ കനൊന്നും വെക്കൂല? ഉണ്ട്. അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ കനൽ ഊരിടുമല്ലോ, അങ്ങനെ വെച്ചാൽ മതി. ഇപ്പൊ ഗ്യാസ് ആകുമ്പോൾ വെയിറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അല്ലേ? ഓക്കെ. നമുക്ക് എന്താവാന്നുള്ളത് നോക്കിയിട്ട് പറയാം അല്ലേ? 15 മിനിറ്റ് കഴിയട്ടെ. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞു. രാശേ തുറക്കാം, ഓപ്പൺ ആക്കിയാ. വാ മീല, നോക്ക് ബിരിയാണി വെക്ക കാട്ടി കൊടുത്താ കണ്ടോ? ഇതാണ് ബിരിയാണി, റാഷിമ്മ സ്പെഷ്യൽ. മെയിൻ ഷെഫ് ഉണ്ടായിനോ? ഇതോടെ മെയിൻ ഷെഫ് പോലെ മെയിൻ ഷെഫ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഓടി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ നല്ല ബീഫ് ചില്ലി ഉണ്ട് കേട്ടോ. ബീഫ് ചില്ലി നമ്മളെ സ്പെഷ്യലാണ്. ബിരിയാണി ഓൾറെഡി റെഡിയാണ്. ബീഫ് ചില്ലി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. തൈരൊക്കെ റെഡിയാണ്. ഈ വെള്ളം എന്താ കാട്ടേണ്ടത്? അതെന്താണ് വെള്ളം? ബീഫ് ഒന്നിട്ടല്ലേ? ബീഫ് ചില്ലി എല്ലാം കഴിച്ചുകൊണ്ട് മീല വെള്ളം ചോദിക്കുന്നത്. അടിപൊളി കഷ്ണം പൊട്ടിരും. അത് കടിച്ചതല്ലേ? കടിക്കാത്ത ഭാഗം കടിക്കാം. ഇല്ലേ, വീഡിയോ കഴിഞ്ഞു. എന്ത് മെയിൻ ഷെഫാണ്. എവിടേക്ക് ഓടുന്നത്? നിങ്ങളെ വീടാണ്, ഓടല്ലേ? ഓടുന്ന റെഡി. ഇപ്പൊ എന്തായി റാശ? റെഡി ആയോ? ഒക്കെ റെഡിയാണല്ലേ? എന്നാ ഞാൻ പോയി കുളിച്ച് സ്കെച്ച് വന്നാലോ? അപ്പൊ നിങ്ങൾ റെഡി ആവില്ലേ? തലയില് ഓടുന്നത് തലയില് ഓടുന്നുണ്ടോ? മമ്മാനെ തുരത്തങ്ങ് കാട്ടിയാൽ മതിയില്ല. ക്യാമറ ആട്ടി കൊടുത്താൽ മാത്രം മതി. മമ്മ ഓടുന്നുണ്ടാവും. മമ്മയോട് പറയും കളിക്കണ്ട, ഞങ്ങൾ യൂട്യൂബേഴ്സ് എന്ന് പറയും. യൂട്യൂബിൽ ഇടും പറയും. അത് നമ്മളെ റാഷ് ഉണ്ടാക്കിയ ബിരിയാണി നമ്മൾ കഴിക്കാൻ പോവാണ്. നമ്മളെ റാഷൻ ഉണ്ടാക്കിയതാണ്. നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. മീലോടെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മീലോ, എന്താ പരിപാടി? ബിരിയാണിയോ? റാഷൻ ഓപ്പൺ ചെയ്ത് കാണട്ടെ, ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ. എനിക്ക് എന്തായാലും പറയാനുള്ളത് ബിരിയാണിനെ കുറിച്ച് അഭിപ്രായം പറയണ്ട. അതാ മീല കൊടുത്തോ. കാണുമ്പോൾ തന്നെ ഒരു മജ ഉണ്ട് കേട്ടോ. എന്തായാലും മട്ടൻ ബിരിയാണി വേറെ ലെവല്. നമ്മളാ സമയത്ത് ഇത് ഒരു പറയില്ലേ, വേറെ അല്ലാതെ ഈ പ്ലേറ്റിൽ ഒന്ന് പൊട്ടിക്കാം. ഈ കൂട്ട് ലേശം ഈ കൂട്ട്. കമോൺ, അർജന്റേ. വാടാ മട്ടൻ ബിരിയാണി എന്താ റാഷിമ്മ ഉണ്ടാക്കിയത്. എല്ലാരും വാങ്ങ.
പാലക്കാടല്ലേ അങ്ങനെ കിടക്കട്ടെ. എന്താ മീല എന്താ അച്ചാറോ? അച്ചാറങ്ങോട്ട് വരട്ടങ്ങട്. ഓ നീ നല്ല ഇതല്ല ബീഫ് ആട്ടോ മക്കളെ. ബീഫ് ഫ്രൈ ആണ്. നല്ല കിടുക്കാച്ചി പപ്പടമുണ്ട്. പാലക്കാടാണ്. പാലക്കാട് പപ്പടമുണ്ട്. ഇതെന്താ കറി റഷ്മ? പാലക്കാട് മാത്രം കണ്ടുവരുന്ന പ്രത്യേകം കായ്ക്കറിയാണ് ഇത്. കായ്ച്ചാറ്, കായ്ച്ചാറ്, തൈര്, അല്ല അച്ചാറ്, കിടലോസ്കി കിടലൻ അച്ചാറ് കേട്ടോ. മാങ്ങ അച്ചാറ്, ബിരിയാണി വേറെ ലെവല്. നീ കഴിച്ചിട്ട് പറയല്ലേ. നീ ഇരിക്കും ബീഫ് കാണിച്ചു. ആ പിന്നെ ഓള് ബീഫ് കാണിച്ചിട്ട് ഓള് ബീഫ് കാണിച്ചു. എന്ത്? ആ ബീഫ് ഇട്ടിരുന്നല്ലേ മീല. നീ നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം പറയല്ലേ റാഷേ? ഒരോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഉമ്മച്ചി ഉണ്ടാക്കിയ സൂപ്പറായോ? ശരിക്കും പറയും. എന്ന് പറയാ സൂപ്പർ ബിരിയാണി അല്ലേ? അടിപൊളി ബിരിയാണി കേട്ടോ റാഷിമ. ഒന്നും പറയല്ല, അടിപൊളി സൂപ്പർ ബിരിയാണി. അടിപൊളി പാലക്കാടൻ മട്ടൻ ബിരിയാണി. അടിപൊളി സാധനം. എല്ലാവരും വാങ്ങിയ തമ്മ പോലെ സൂപ്പറായിട്ടുണ്ട്. അടിപൊളിയാണ്. പനിയാണ്, സുഖമില്ല, എന്നാലും സൂപ്പർ ബിരിയാണി.